ഹായ് മക്കളെ, A+ ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ഒരു ബുക്കും പെന്നും എടുത്തിട്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മക്കളെ, ഇതാണ് ചോദ്യം. 7th term of an arithmetic sequence is 48 and its 13th term is 66. What is the common difference of this sequence? Find its 10th term. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 48ഉം 13ാം പദം 66ഉമാണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ഈ ശ്രേണിയുടെ 10ാം പദം കണ്ടുപിടിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, ആദ്യം ചെയ്യേണ്ടത് എന്താണോ തന്നിട്ടുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് തന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? 7ാമത്തെ പദം 7th term തന്നിട്ടുണ്ട്. എത്രയാണ് 7th term? 7ാം പദം 48 എന്ന് തന്നിട്ടുണ്ട്. 13ാം പദം കൂടി തന്നിട്ടുണ്ട്. 13ാം പദം 66. ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസ്, ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നാൽ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. 7ാം പദത്തിൽ നിന്നും 13ാമത്തെ പദത്തിലോട്ട് 7th ടേമിൽ നിന്നും 13th ടേമിലേക്ക് എത്തണമെങ്കിൽ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം എന്നൊന്ന് ആലോചിക്കാം. മക്കളെ, 7ാമത്തെ ടേമിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 13ാമത്തെ ടേം കിട്ടാം? 6 ടൈംസ് 6 ടൈംസ് ഡി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 13ാമത്തെ ടേം കിട്ടാം. അതേപോലെ 48ൽ നിന്നും 66ലേക്ക് എത്ര നമ്പറിന്റെ വ്യത്യാസമുണ്ട്? അതായത് 66ൽ നിന്നും 48 കുറച്ച് നോക്കിയാൽ എത്ര കിട്ടല്? 18 കിട്ടാം. ഓക്കെ, അതായത് 48ന്റെ കൂടെ 18 കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 66 കിട്ടാം. 7ാമത്തെ പദത്തിന്റെ കൂടെ 7th ടേമിന്റെ കൂടെ 6D കൂട്ടിക്കഴിഞ്ഞാലാണ് 13ാമത്തെ ടേം കിട്ടാം. മക്കളെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. 6D is equal to 18 ആണ്. 6D is equal to 18 ആണ്. അപ്പൊ നമുക്ക് എത്രയാണ് D കിട്ടുക? D is equal to 18/6. 18/6 equal to 3. ഓക്കെ, നമുക്ക് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് നമുക്ക് 3 3 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഇനി 10ാമത്തെ ടേം ആണ് ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു നമ്പറിന്റെ കൂടെ ഒരു ടേമിന്റെ കൂടെ ഒരേ നമ്പർ തന്നെ കൂടി പോകുന്ന ഒരു സീക്വൻസിന് പറഞ്ഞ പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്കിവിടെ 7ാമത്തെ ടേം തന്നിട്ടുണ്ട്. 7ാമത്തെ ടേം 48 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 10th ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, 7th ടേമിന്റെ കൂടെ 7ാമത്തെ ടേമിന്റെ കൂടെ 7ലേക്ക് എത്തി 7 ടേമിന്റെ കൂടെ എത്ര ടൈംസ് ഡി കൂട്ടിയാലാണ് 10ാമത്തെ ടേം കിട്ടാം? 7ാമത്തെ ടേമിന്റെ കൂടെ 3 പ്രാവശ്യമാണ് ഡി കൂട്ടേണ്ടത്. 3 പ്രാവശ്യമാണ് ഡി കൂട്ടേണ്ടത്. 7ന്റെ കൂടെ 3 കൂട്ടിയാലാണ് 10 കിട്ടാം. അതായത് 7ാമത്തെ ടേമിന്റെ ഒക്കെ 3 ടൈംസ് ഡി കൂട്ടുമ്പോൾ നമുക്ക് 10ാമത്തെ പദം കിട്ടും. 7ാമത്തെ ടേം 48 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോ 48 into 3 into 3, അതായത് 48 plus 9 is equal to 57. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടാം. അപ്പൊ നമുക്ക് 10th ടേമും കൂടി കിട്ടി 57. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായി ചെയ്തു നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് തീർച്ചയായും ഉണ്ടാവും. എക്സാമിന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക, നന്നായി പഠിക്കാം. അപ്പൊ ഇതുപോലെ മക്കളെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് A+ ട്യൂഷൻ സെന്ററിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ഫോളോ ചെയ്യാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.